ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒന്നും സംഭവിക്കല്ലേ. ഗാഥ മേഡത്തിന്റെ ആഗ്രഹം പോലെ എല്ലാം നന്നായി നടക്കണേ. ഇതാ സമയമായി. കളരിക്കൽ വീട് പൊട്ടിത്തെറിക്കാനുള്ള സമയമായി. ഞാൻ കൊടുത്ത ഡ്രസ് ഇവിടെ ധരിക്കണ്ട. വേണ്ടെങ്കി വേണ്ട, എനിക്കെന്താ? എന്താ ഗാഥമാടി പറയുന്നേ? ഈ കള്ളം കണ്ടുപിടിച്ചു കഴിഞ്ഞാ കൃഷ്ണയ്ക്ക് എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ? നഷ്ടം മുഴുവൻ ഗാഥമേടത്തിനല്ലേ? അവള് ഡ്രസ് തരില്ലെന്ന് പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ ഡ്രസ് നിലത്തിട്ട് ചവിട്ടിയതിന് മാപ്പ് പറയുകയാണെങ്കിൽ ഞാൻ ഈ ഡ്രസ് തരാം. വാട്ട്? കൃഷ്ണ, എനിക്ക് എത്ര വേദനയുള്ള കാര്യമെന്നറിയോ? മാപ്പ് പറയാതെ ഞാൻ സമ്മതിക്കില്ല. ഗാഥ മാഡം, ചെയ്തത് തെറ്റല്ലേ? മാപ്പ് പറഞ്ഞേക്ക്. ഗാഥ മാഡം, ആലോചിക്കാൻ സമയമില്ല. പൂജയ്ക്ക് ഉടനെ ചെന്നില്ലെങ്കിൽ ഈ നിമിഷം അന്വേഷണം തുടങ്ങും. എല്ലാം ഇന്നത്തോടെ അവസാനിക്കുകയും ചെയ്യും. സോറി. എന്താ? നിന്റെ ഡ്രസ് നിലത്തിട്ട് ചവിട്ടിയതിന് സോറി. അങ്ങനെ വഴിക്ക് വാ. എന്റെ അമ്മേ വലിയ പണക്കാരിയൊന്നുമല്ല. എനിക്ക് മാത്രമായിട്ട് ഡ്രസ് ഉണ്ടാക്കി തരാൻ അമ്മയുടെ കയ്യിൽ പണവുമില്ല. ഞങ്ങള് ദാരിദ്ര്യമുള്ളവരാണെങ്കിലും ഞങ്ങളുടെ അഭിമാനം ഞങ്ങൾക്ക് വലുതാ. സിനിച്ചിച്ചി, അയാളുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ താക്കോല് കൈക്കലാക്കണം. അല്ലാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഞാനേ ഈ സാരി പെട്ടെന്ന് മാറിത്തരാം. കുറച്ച് എക്സസൈസ് ചെയ്ത് നിൽക്കാം, അല്ലെങ്കിൽ നിർമ്മല ശ്രദ്ധിക്കും. ഇതെപ്പോഴാ ഇവിടെ ചാടിപ്പോയത്? ചതിക്കല്ലേ പൊന്നെ. ഇന്നത്തെ പൂജ അവസാനിക്കുമ്പോ ഇവിടുത്തെ ആൾമാറാട്ടം എല്ലാവർക്കും കാണിച്ചു കൊടുക്കാനുള്ള തുറുപ്പ് ചീട്ടാണ് നീ. അപ്പോഴേക്കും എന്റെ അളിയൻ നന്ദഗോപാൽ വർമ്മ ഇങ്ങെത്തും. ഒരു ബോംബ് പൊട്ടുമ്പോ എല്ലാവരും ഉണ്ടാവണമല്ലോ. അതാണല്ലോ ഒരു ക്ലൈമാക്സ് പഞ്ച്. ഇനി നീ ഇവിടെ നിന്ന് പോരുന്നു. ഇതെന്തിനാമേ? എടി, ഇതിനകത്തേക്കല്ലേ നമ്മൾ ചൂടുപാൽ ഒഴിക്കുന്നത്. അതല്ലേ അവളുടെ തലയിലേക്ക് വീഴേണ്ടത്. എടുക്കുന്നവരുടെ കൈ പൊള്ളിക്കഴിഞ്ഞാ അപ്പൊ സംശയാവില്ലേ? അങ്ങനെ. കിട്ടി. നീ ആ പാത്രത്തിൽ കൈ പിടിച്ചേ.
നടക്ക് വാ. ഗാഥമോളെ വാ മോളെ. മോള് വൈകിയതുകൊണ്ട് വിഷമായോ? ഏയ് ഇല്ല. എന്നാ പിന്നെ നേരെ നാഗത്തറയിലേക്ക് ചെല്ലാം. അവിടെ പൂജയ്ക്കുള്ള സമയായി. ശരി അമ്മേ. ആ ദൈവമേ, ഒന്നും സംഭവിക്കല്ലേ. ഗാഥമേടത്തിന്റെ ആഗ്രഹം പോലെ എല്ലാം നന്നായി നടക്കണേ. ഇതാ സമയമായി സമയമായി സമയമായി. കളരിക്കൽ വീട് പൊട്ടിത്തെറിക്കാനുള്ള സമയമായി. അവൾ അതിനകത്തുണ്ടോന്ന് ഒന്നുകൂടി ഞാൻ നോക്കട്ടെ. നീ ഇത് എവിടുന്ന് വരുന്നു തോന്നിയാ? ആ, ഞാനൊരു മണ്ടനാണെന്ന് അളിയന് തോന്നിയിട്ടില്ലേ? അത് തോന്നലല്ലോ, സത്യമല്ലേ? പക്ഷേ നിങ്ങളെല്ലാവരും മണ്ടനായി കണ്ട ഉദയന്റെ ബുദ്ധി എത്രത്തോളം ഉണ്ടെന്ന് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എല്ലാരും കാണാൻ പോവാ. ഉഗ്രനൊരു ബോംബ് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് അളിയ. അത് പൊട്ടുമ്പോ അളിയഞ്ഞിട്ടും അമ്മഞ്ഞിട്ടും സുമിത്രഞ്ഞിട്ടും പിന്നെ ഇവിടെയുള്ള എല്ലാവരും പടപട പടപട പടപടാഞ്ഞിട്ടും. ഇപ്പൊ ഞാൻ പോട്ടെ അളിയ. ഇവനിതെന്ത് പറ്റി? മണ്ടത്തരത്തിന്റെ കൂടെ ഭ്രാന്തുമായ കഷ്ടം. ഇവളിത് എവിടെയാ? എത്രയും പെട്ടെന്ന് നീ പൂജയൊന്നും ആരംഭിച്ചിരുന്നെങ്കിൽ പാലിന്റെ തിളപ്പ് മാറുന്നതിന് മുമ്പ് അവളുടെ തല വീഴണം. ഇതൊക്കെ നടക്കുവോ അമ്മേ? നോക്ക്, അവര് വരുന്നുണ്ട്. എന്താ സുമിത്ര വൈകുന്നത്? പെട്ടെന്ന് പൂജ ആരംഭിക്കാൻ നോക്ക്. വാ മോളെ വാ.